നമസ്കാരം, ക്രിസ്ത്യനിലെ വാർത്തകളിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. വ്യാജ മതപരിവർത്തന കുറ്റം. ഉത്തർപ്രദേശിൽ പോലീസ് പ്രാർത്ഥന തടസ്സപ്പെടുത്തി പാസ്റ്ററെ അറസ്റ്റ് ചെയ്തു. 36 കോടി ക്രിസ്ത്യാനികൾ കടുത്ത പീഡനം നേരിടുന്നതായി വത്തിക്കാൻ. ലഹരി മരുന്ന് സംഘങ്ങളുമായി യുദ്ധം പ്രഖ്യാപിച്ച് അമേരിക്ക. IPC കൊത്തന്നൂരിൽ പണികഴിപ്പിച്ച എബനേസർ പ്രയർ ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. കാഞ്ഞാവെളിയിൽ സുവിശേഷ മഹായോഗവും സംഗീത വിരുന്നും ഒക്ടോബർ 8 മുതൽ. കുന്നത്തുംകാലയിൽ IPG ചർച്ച് 49ാമത് ജനറൽ കൺവെൻഷൻ. മെൽബൺ AUPC വിക്ടോറിയ സ്റ്റേറ്റ് കോൺഫറൻസ് ഒക്ടോബർ 31 മുതൽ. സണ്ണിവേലിൽ അഗപ്പെ മിനിസ്ട്രീസ് 15ാമത് ആനുവൽ കോൺഫറൻസ്. അയർലൻഡ് ആൻഡ് നോർത്തേൺ അയർലൻഡ് UPF ആനുവൽ കോൺഫറൻസ് ഒക്ടോബർ 24 മുതൽ. കരവാളൂർ ബദേൽ മാർത്തോമ ചർച്ചിൽ കൊയിനോനിയ ഫെസ്റ്റ് ഒക്ടോബർ 12-ന്. വ്യാജ മതപരിവർത്തന കുറ്റം. ഉത്തർപ്രദേശിൽ പോലീസ് പ്രാർത്ഥന തടസ്സപ്പെടുത്തി പാസ്റ്ററെ അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശിലെ ജൗൻപൂർ ജില്ലയിലെ ദാമോദരയിൽ ജീസസ് ജൂനിയർ ഹൈസ്കൂളിൽ സെപ്റ്റംബർ 28 ഞായറാഴ്ച വൈകിട്ട് സഭാ ആരാധന നടക്കുമ്പോൾ പോലീസ് എത്തി യോഗം തടസ്സപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് സഭാ ശുശ്രൂഷകനായ പാസ്റ്റർ അശോക് പട്ടേൽ, അദ്ദേഹത്തിന്റെ ഭാര്യ സാവിത്രി പട്ടേൽ, ഇവരുടെ മരുമകൾ സവിത പട്ടേൽ എന്നിവർക്കെതിരെയും അവിടെ ഉണ്ടായിരുന്ന വേറെ 3 സഭാ അംഗങ്ങൾക്കെതിരെയും മതപരിവർത്തന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് പാസ്റ്ററെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. 36 കോടി ക്രിസ്ത്യാനികൾ കടുത്ത പീഡനം നേരിടുന്നതായി വത്തിക്കാൻ. ക്രിസ്ത്യാനികളാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗമെന്നും അന്താരാഷ്ട്ര സമൂഹം ഈ ദുരവസ്ഥയ്ക്ക് മുമ്പാകെ കണ്ണടക്കുകയാണെന്നും ഐക്യരാഷ്ട്രസഭയിൽ വത്തിക്കാൻ. ക്രിസ്ത്യാനികൾക്കെതിരായി ആഗോള തലത്തിൽ വർദ്ധിച്ചു വരുന്ന പീഡനം അവസാനിപ്പിക്കാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് സെപ്റ്റംബർ 29-ന് ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ വത്തിക്കാൻ വിദേശകാര്യമന്ത്രി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗാലഗർ ആവശ്യപ്പെട്ടു. 36 കോടി ക്രിസ്ത്യാനികൾ ഉയർന്ന തോതിലുള്ള പീഡനമോ വിവേചനമോ അനുഭവിക്കുന്ന ഭൂപ്രദേശങ്ങളിലാണ് വസിക്കുന്നതെന്നും സമീപ വർഷങ്ങളിൽ പള്ളികൾക്കും വീടുകൾക്കും സമൂഹങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലഹരി മരുന്ന് സംഘങ്ങളുമായി യുദ്ധം പ്രഖ്യാപിച്ച് അമേരിക്ക. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ ലഹരി മരുന്ന് കച്ചവട സംഘങ്ങളുമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സായുധ പോരാട്ടത്തിലാണ് എന്ന് പ്രഖ്യാപിച്ചു. ഈ സംഘങ്ങളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നിർണായകമായ ഈ നീക്കം. അമേരിക്കൻ കോൺഗ്രസിലേക്ക് അയച്ച രഹസ്യ നോട്ടീസിലാണ് ട്രംപ് ഭരണകൂടം ഈ വിവരങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചത്. ഇതുപ്രകാരം കഴിഞ്ഞ മാസം കരീബിയൻ കടലിൽ അമേരിക്കൻ സൈന്യം ആക്രമിച്ച ബോട്ടുകളിലുണ്ടായിരുന്ന 17 പേരെയും മറ്റ് സംശയിക്കപ്പെടുന്ന കള്ളക്കടത്തുകാരെയും നിയമവിരുദ്ധ യുദ്ധ പരിപാടിക്കാർ ആയി കണക്കാക്കും. IPC കൊത്തന്നൂരിൽ പണികഴിപ്പിച്ച എബനേസർ പ്രയർ ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കൊത്തന്നൂരിൽ പുതിയതായി പണികഴിപ്പിച്ച എബനേസർ പ്രയർ ഹാൾ ജനറൽ പ്രസിഡന്റ് ഡോക്ടർ T. വത്സൻ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർ വർഗീസ് ഫിലിപ്പ് അധ്യക്ഷനായിരുന്നു. പാസ്റ്റർ സാം ജോർജ്, പാസ്റ്റർ വിൽസൺ ജോസഫ്, പാസ്റ്റർ KS ജോസഫ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. സിറ്റി ഹാർവസ്റ്റ് ചർച്ച് കൊയർ ഗാനങ്ങൾ ആലപിച്ചു. കാഞ്ഞാവെളിയിൽ സുവിശേഷ മഹായോഗവും സംഗീത വിരുന്നും ഒക്ടോബർ 8 മുതൽ. ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ കാഞ്ഞാവെളി ഓലിക്കരയുടെയും സഗമയ ഗോസ്പൽ മിനിസ്ട്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 8 മുതൽ 11 വരെ കാഞ്ഞാവെളി ഓലിക്കര ജുബിൻ ചെറിയാൻ ഭവനാങ്കണത്തിൽ സുവിശേഷ മഹായോഗവും സംഗീത വിരുന്നും നടക്കും. പാസ്റ്റർ PM ഫിലിപ്പ് അഷ്ടമുടി ഉദ്ഘാടനം നിർവഹിക്കും. പാസ്റ്റർമാരായ ബാലചന്ദ്രൻ പനവേലി, ഷമീർ കൊല്ലം, ജെറാൾഡ് അടൂർ, ടർസൻ തോമസ് എന്നിവർ പ്രസംഗിക്കും. പാസ്റ്റർ ടിജു എബ്രഹാം നേതൃത്വം നൽകും. സഗമയ സിംഗേഴ്സ് കൊട്ടാരക്കര ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. കുന്നത്തുംകാലയിൽ IPG ചർച്ച് 49ാമത് ജനറൽ കൺവെൻഷൻ. ഇമ്മാനുവൽ പ്രയർ ഗ്രൂപ്പ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 4 മുതൽ 7 വരെ കുന്നത്തുകാൽ തവയത്തുകോണം APG ചർച്ചിന് സമീപം 49ാമത് ജനറൽ കൺവെൻഷൻ നടക്കും. പാസ്റ്റർ സിനു രാജ് ഉദ്ഘാടനം നിർവഹിക്കും. പാസ്റ്റർമാരായ രാജു ആനിക്കാട്, ജസ്റ്റിൻ മോസസ്, അനീഷ് ഏലപ്പാറ, ടെൻസൺ ജോസഫ്, ഷിബിൻ സാമുവേൽ എന്നിവർ പ്രസംഗിക്കും. ഇമ്മാനുവൽ വോയിസ് ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. മെൽബൺ AUPC വിക്ടോറിയ സ്റ്റേറ്റ് കോൺഫറൻസ് ഒക്ടോബർ 31 മുതൽ. ഓസ്ട്രേലിയൻ
യുണൈറ്റഡ് പെൻഡക്കോസ്റ്റൽ ചർച്ചസിൻ്റെ ആഭിമുഖ്യത്തിൽ മെൽബൺ വിക്ടോറിയ സ്റ്റേറ്റ് കോൺഫറൻസ് ഒക്ടോബർ 31 മുതൽ നവംബർ 1 വരെ മെൽബൺ എബനേസർ ക്രിസ്ത്യൻ അസംബ്ലിയിൽ നടക്കും. ഇവാഞ്ചലിസ്റ്റ് റോയി മർക്കാറ മുഖ്യ സന്ദേശം നൽകും. ബ്രദർ ബോവസ് രാജു ആൻഡ് കൊയർ ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. സണ്ണിവേലിൽ അഗപ്പെ മിനിസ്ട്രീസ് 15ാമത് ആനുവൽ കോൺഫറൻസ്. അഗപ്പെ മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 16 മുതൽ 19 വരെ സണ്ണിവേലിലെ അഗപ്പെ ചർച്ചിൽ 15ാമത് ആനുവൽ കോൺഫറൻസ് നടക്കും. റവറൻഡ് സാബു വർഗീസ്, റവറൻഡ് ജെയിംസ് മാരോക്കെ, പാസ്റ്റർ KJ തോമസ് എന്നിവർ പ്രസംഗിക്കും. അയർലൻഡ് ആൻഡ് നോർത്തേൺ അയർലൻഡ് UPF ആനുവൽ കോൺഫറൻസ് ഒക്ടോബർ 24 മുതൽ. അയർലൻഡ് ആൻഡ് നോർത്തേൺ അയർലൻഡ് യുണൈറ്റഡ് പെൻഡക്കോസ്റ്റൽ ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 24 മുതൽ 26 വരെ 11ാമത് ആനുവൽ കോൺഫറൻസ് നടക്കും. പാസ്റ്റർ PC ചെറിയാൻ, പാസ്റ്റർ ഷിബു തോമസ്, പാസ്റ്റർ എബിൻ അലക്സ്, സിസ്റ്റർ ഷൈനി തോമസ് എന്നിവർ പ്രസംഗിക്കും. കരവാളൂർ ബദേൽ മാർത്തോമ ചർച്ചിൽ കൊയിനോനിയ ഫെസ്റ്റ് ഒക്ടോബർ 12-ന്. ബദേൽ മാർത്തോമ ചർച്ച് യുവജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കൊയിനോനിയ ഫെസ്റ്റ് എന്ന പേരിൽ കലാവിഭവ മേള ഒക്ടോബർ 12 ഞായറാഴ്ച നടക്കും. ഡോക്ടർ ആർദ്ര സാജൻ, റവറൻഡ് സ്റ്റീഫൻ C. എബ്രഹാം എന്നിവർ മുഖ്യ അതിഥികളായിരിക്കും. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. വ്യാജ മതപരിവർത്തന കുറ്റം. ഉത്തർപ്രദേശിൽ പോലീസ് പ്രാർത്ഥന തടസ്സപ്പെടുത്തി പാസ്റ്ററെ അറസ്റ്റ് ചെയ്തു. 36 കോടി ക്രിസ്ത്യാനികൾ കടുത്ത പീഡനം നേരിടുന്നതായി വത്തിക്കാൻ. ലഹരി മരുന്ന് സംഘങ്ങളുമായി യുദ്ധം പ്രഖ്യാപിച്ച് അമേരിക്ക. IPC കൊത്തന്നൂരിൽ പണികഴിപ്പിച്ച എബനേസർ പ്രയർ ഹാളിൻ്റെ ഉദ്ഘാടനം നടന്നു. കാഞ്ഞാവെളിയിൽ സുവിശേഷ മഹായോഗവും സംഗീത വിരുന്നും ഒക്ടോബർ 8 മുതൽ. കുന്നത്തുംകാലയിൽ IPG ചർച്ച് 49ാമത് ജനറൽ കൺവെൻഷൻ. മെൽബൺ AUPC വിക്ടോറിയ സ്റ്റേറ്റ് കോൺഫറൻസ് ഒക്ടോബർ 31 മുതൽ. സണ്ണിവേലിൽ അഗപ്പെ മിനിസ്ട്രീസ് 15ാമത് ആനുവൽ കോൺഫറൻസ്. അയർലൻഡ് ആൻഡ് നോർത്തേൺ അയർലൻഡ് UPF ആനുവൽ കോൺഫറൻസ് ഒക്ടോബർ 24 മുതൽ. കരവാളൂർ ബദേൽ മാർത്തോമ ചർച്ചിൽ കൊയിനോനിയ ഫെസ്റ്റ് ഒക്ടോബർ 12-ന്. ഈ ആഴ്ചയിലെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ആഴ്ച കാണാം. നന്ദി.